നമ്മളിപ്പോൾ കോസറ്റുകളായിട്ട് കൂടുതൽ പരിചയം കൊണ്ടിരിക്കുകയാണല്ലേ. ഇനി നമുക്ക് കോസറ്റുകളുടെ അടുത്തൊരു പ്രത്യേകത നോക്കാം. അതായത് ഇവിടെ വി എന്ന് പറഞ്ഞൊരു വെക്ടർ സ്പേസിൻ്റെ ഒരു സബ് സ്പേസ് ആണ് ഡബ്ല്യു. എന്നിട്ട് വിൻ്റെ അകത്ത് നിന്ന് രണ്ട് വെക്ടേഴ്സ് എടുത്തു, യുവും വിയും. അപ്പം ഈ രണ്ട് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഡബ്ല്യുക്ക് കോസറ്റുകൾ ഉണ്ടാക്കാമല്ലോ. യു ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കോസറ്റ് ഏതായിരിക്കും? യു പ്ലസ് ഡബ്ല്യു അല്ലേ. അതേപോലെ വി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കോസറ്റ് ഏതായിരിക്കും? വി പ്ലസ് ഡബ്ല്യു. ഇനി അതേപോലെ യുവും വിയും ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വെക്ടർ വിയിൽ കിട്ടൂലേ, യു പ്ലസ് വി കിട്ടൂലേ. ആ യു പ്ലസ് വി ഉപയോഗിച്ചിട്ടും ഡബ്ല്യുക്ക് ഒരു കോസറ്റ് ഉണ്ടായിക്കൂടെ. അതിനെ നമ്മുടെ എങ്ങനെ എഴുതാം? യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എഴുതാം അല്ലേ. അപ്പോൾ ക്ലിയർ ആണല്ലോ. നമ്മുടെ സ്പേസിൻ്റെ അകത്ത് രണ്ട് വെക്ടേഴ്സ് യു വി എടുത്തു. എന്നിട്ട് യു ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഡബ്ല്യുവിൻ്റെ കോസറ്റാണത്, വി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഡബ്ല്യുവിൻ്റെ കോസറ്റാണത്, യു പ്ലസ് വി ഉപയോഗിച്ച് ഡബ്ല്യുക്ക് ഉണ്ടാക്കുന്ന കോസറ്റാണത്. ക്ലിയർ അല്ലേ. അങ്ങനെ മൂന്ന് കോസറ്റുകൾ കിട്ടി. ഇനി ഈ മൂന്ന് കോസറ്റുകളും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. എന്താ ബന്ധം എന്ന് അറിയോ? ഈ കോസറ്റിനകത്ത് നിന്ന് ഇഷ്ടമുള്ളൊരു വെക്ടർ എടുക്കുക, അതേപോലെ ഈ കോസറ്റിനകത്ത് ഇഷ്ടമുള്ളൊരു വെക്ടർ എടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് കിട്ടിയല്ലോ, ഒരു വെക്ടർ ഇവിടുന്ന് ഒരു വെക്ടർ ഇവിടുന്ന്. എന്നിട്ട് ആ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്ന വെക്ടർ ഈ കോസറ്റിലൊരു വെക്ടർ ആയിരിക്കും. മനസ്സിലായോ? ഈ കോസറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെക്ടർ എടുക്കാം, അതേപോലെ ഈ കോസറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെക്ടർ എടുക്കാം. എന്നിട്ട് ആ രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുക. അപ്പം കിട്ടുന്ന വെക്ടർ ഈ കോസറ്റിൽ വരുന്നതാണ്. മാത്രമല്ല തിരിച്ചും ഇവിടുന്ന് ചുമ്മാ ഒരു വെക്ടർ എടുക്കുക, ഇഷ്ടമുള്ളൊരു വെക്ടർ എടുക്കുക. ഏത് വെക്ടർ എടുത്തു കഴിഞ്ഞാലും ആ വെക്ടറിനെ ഇവിടുത്തെ ഒരു വെക്ടർ പ്ലസ് ഇവിടുത്തെ ഒരു വെക്ടർ എഴുതാൻ പറ്റും. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടോളൂ. ഞാൻ വേണമെങ്കിൽ ഒരു തവണ കൂടെ പറയാം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. ഈ മൂന്ന് കോസറ്റുകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടുന്ന് ഒരു വെക്ടർ എടുക്കുക, ഇവിടുന്ന് ഒരു വെക്ടർ എടുക്കുക, എന്നിട്ട് ആ രണ്ട് വെക്ടേഴ്സും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക ഇവിടുത്തെ ഒരു വെക്ടർ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടറിനെ ഇവിടുത്തെ ഒരു വെക്ടർ പ്ലസ് ഇവിടുത്തെ ഒരു വെക്ടർ എഴുതാൻ പറ്റും. ഈ ബന്ധമാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പോസ് ചെയ്ത് ട്രൈ ചെയ്തോളൂ, ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഏതാ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? അങ്ങോട്ടുള്ള കണക്ഷൻ. അതായത് ഇവിടുന്ന് ഒരു വെക്ടർ പ്ലസ് ഇവിടുന്ന് ഒരു വെക്ടർ ഈക്വൽ ടു എ വെക്ടർ ഹിയർ എന്ന് പ്രൂവ് ചെയ്യാം. ഞാനതോടെ പ്രൂവ് ചെയ്യട്ടെ. ആ കാര്യങ്ങൾ ഇവിടെ എഴുതിയില്ല കേട്ടോ, നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നോട്ടിൽ എഴുതിക്കോളൂ. ഞാൻ ആ കാര്യങ്ങൾ അങ്ങ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നോക്കൂ. ഇവിടെ ഞാൻ ഈ കോസറ്റിൻ്റെ അകത്ത് നിന്ന് ഒരു വെക്ടർ യു പ്ലസ് ഡബ്ല്യു എന്ന് എടുത്തു. അതുപോലെ തന്നെ ഈ കോസറ്റിൻ്റെ അകത്ത് നിന്ന് ഒരു വെക്ടർ വി പ്ലസ് ഡബ്ല്യു ടു എടുത്തു. എന്നിട്ട് അതിൻ്റെ സമ്മ് ഈ യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ കോസറ്റിലുണ്ടെന്ന് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. അപ്പം ഇവിടുന്ന് ഒരു വെക്ടറും എടുത്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ഒരു വെക്ടർ കിട്ടുമെന്ന് മനസ്സിലായി. ഇനി കോൺവേഴ്സ് കൂടെ നോക്കാം. അതായത് ഇവിടുന്ന് ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഒരു വെക്ടറിൻ്റെയും സമ്മായിരിക്കുന്നതോട് കാണിക്കണം. നിങ്ങൾ ട്രൈ നോക്കൂ, ഞാൻ ഇവിടെ കാണിക്കാം. ഇതിൻ്റെ കോൺവേഴ്സ് വളരെ ഈസിയാണ് അല്ലേ. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇവിടുത്തെ ഒരു വെക്ടർ പ്ലസ് ഇവിടുത്തെ ഒരു വെക്ടർ എഴുതാൻ പറ്റണം അല്ലേ. അപ്പോൾ ഞാൻ ഈ കോസറ്റിൻ്റെ അകത്തുനിന്ന് ഒരു വെക്ടർ എടുത്തു, യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു അല്ലേ. അങ്ങനെയല്ലേ ഇവിടുത്തെ ഒരു വെക്ടറിൻ്റെ ജനറൽ ഫോം വരിക. സോ ഇനി ഇതിനെ ഇവിടുത്തെ ഒരു വെക്ടർ പ്ലസ് ഇവിടുത്തെ ഒരു വെക്ടർ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ആരെടുത്തു എന്ന് അറിയാം? യു പ്ലസ് 0 എന്ന് പറഞ്ഞ വെക്ടർ എടുത്തു അല്ലേ. ഈ യു പ്ലസ് 0 എന്ന് പറഞ്ഞ വെക്ടർ യു പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ കോസറ്റിൽ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ഈ വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ വെക്ടർ അവിടെ ഉണ്ടാവും. ഈ വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ കോസറ്റിൽ ഉണ്ടാവും. പോസ് ചെയ്ത് മനസ്സിലാക്കുക അല്ലേ. ഞാൻ ഇവിടുന്ന് ഈ വെക്ടർ എടുത്തു കഴിഞ്ഞാൽ യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു തന്നെ വെക്ടർ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ യു പ്ലസ് 0 എന്ന് പറഞ്ഞൊരു വെക്ടർ ഈ കോസറ്റിലും ഉണ്ടാവും, വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞ വെക്ടർ ഈ കോസറ്റിലും ഉണ്ടാവും. ഇനി ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ സം എടുത്ത് നോക്കൂ. ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ഇതിൻ്റെയും സം എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുന്നൊരു വെക്ടർ എടുത്തപ്പം അതിനെ ഇവിടുത്തെ ഒരു വെക്ടർ പ്ലസ് ഇവിടുത്തെ ഒരു വെക്ടർ എഴുതാൻ പറ്റി അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു വെക്ടർ എടുത്തപ്പം അതിന് ഇവിടുത്തെ ഒരു വെക്ടർ പ്ലസ് ഇവിടുത്തെ ഒരു വെക്ടർ എഴുതാൻ പറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞ റിസൾട്ട് ഒക്കെ പ്രൂഫായല്ലോ അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ ഒരു വെക്ടർ പ്ലസ് ഇവിടുത്തെ ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഒരു വെക്ടർ കിട്ടുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തിരിച്ച് ഇവിടുത്തെ ഏതൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാലും അതിനെ ഇവിടുത്തെ ഒരു വെക്ടർ പ്ലസ് ഇവിടുത്തെ ഒരു വെക്ടർ എഴുതാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നൈസ്. ഇനി ഈ ഒരു കാരണത്താൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാരണത്താൽ ഈ രണ്ട് കോസറ്റുകളുടെയും സമ്മാണ് ഈ കോസറ്റ് എന്ന് പറയും. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ച് കേട്ടോ. ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കും, അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി വന്നോളും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി എന്തായിരുന്നു? ഈ കോസറ്റിലെ ഒരു എലമെൻറ്റും ഈ കോസറ്റിലെ ഒരു എലമെൻറ്റും ആഡ് ചെയ്താൽ നമുക്ക് ഈ കോസറ്റിലെ ഒരു എലമെൻറ്റാണ് കിട്ടുക. മാത്രമല്ല തിരിച്ച് ഇവിടുത്തെ ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അത് ഈ കോസറ്റിലെ ഒരു എലമെൻറ്റിൻ്റെയും ഈ കോസറ്റിലെ ഒരു എലമെൻറ്റിൻ്റെയും സമ്മായിരിക്കും. സോ ഈ കാരണത്താൽ നമ്മൾ പറയും ഈ രണ്ട് കോസറ്റിൻ്റെയും സമ്മാണ് ഈ കോസറ്റ് എന്ന്. മാത്രമല്ല ഇങ്ങനെ എഴുതുകയും ചെയ്യും, u plus w plus v plus w equal to this coset. അപ്പം ഈ കോസറ്റിൻ്റെയും ഈ അതായത് കോസറ്റുകൾക്കിടയിൽ ഒരു അഡീഷൻ ഡിഫൈൻ ചെയ്യുക ചെയ്തത്.
അല്ലേ? നേരത്തെ നമ്മുടെ വെക്ടർ സ്പേസിലെ വെക്ടേഴ്സുകൾ തമ്മിൽ എന്തുണ്ട്? അഡീഷൻ ഉണ്ട്. ഇവിടെ അപ്പോൾ അതല്ല, ദിസ് ഇസ് സെറ്റ്. യു പ്ലസ് ഡബ്ല്യു തന്നെ ഒരു സെറ്റാണ്, ഒരു കോസെറ്റാണ് അല്ലേ? ഇതൊരു വെക്ടർ അല്ല, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെക്ടേഴ്സ്. ഇറ്റ്സ് എ കോസെറ്റ്. ഇറ്റ്സ് എ കോസെറ്റ്. ആ കോസെറ്റുകൾക്കിടയിൽ ഒരു അഡീഷൻ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു. ക്ലിയർ ആണോ? പോസിറ്റൊന്നും നമ്മൾ ചുമ്മാ ആലോചിച്ചോളൂ. ഈ അഡീഷൻ്റെ മോട്ടിവേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടുത്തെ ഏതൊരു വെക്ടറും വെക്ടർ എടുത്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ഒരു വെക്ടറാണ് കിട്ടുക. മാത്രമല്ല തിരിച്ച് ഇവിടുത്തെ ഒരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇവിടുത്തെ ഒരു വെക്ടർ പ്ലസ് ഇവിടുത്തെ ഒരു വെക്ടർ എന്നൊക്കെ എഴുതാൻ പറ്റും. സോ വി ഡിഫൈൻഡ് ഈ രണ്ട് കോസെറ്റിൻ്റെയും സമ്മ് ആണ് ഈ കോസെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പം ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഇനിവേ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിർത്തുകയാണ്. കോസെറ്റുകൾക്കിടയിൽ ഞാനൊരു അഡീഷൻ ഡിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ പക്ഷേ ഞാൻ ഈ ഡെഫിനിഷൻ ഞാനൊന്ന് പരിശോധിക്കും. ഇവിടെ ഒരു കാര്യം ക്ലിയർ ആവാനുണ്ട് എന്നുണ്ട്. അത് എന്താണെന്നുള്ളത് നിങ്ങൾ ചുമ്മാ ആലോചിച്ച് നോക്കൂ. ഞാൻ അടുത്ത വീഡിയോ ആ പ്രശ്നമാണ് അടുത്ത വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുക. അത് നമ്മളിപ്പോൾ ലക്ഷ്യം ഞാൻ പറഞ്ഞു കേട്ടോ. കോസെറ്റുകൾക്കിടയിൽ ഒരു അഡീഷനും ഒരു സ്കാലാർ മൾട്ടിപ്ലിക്കേഷനോ കൊണ്ടുവന്നിട്ട് കോസെറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു വെക്ടർ സ്പേസ് ഉണ്ടാക്കും. ആ വെക്ടർ സ്പേസിനാണ് നമ്മൾ കോഷ്യൻ സ്പേസ് എന്നൊക്കെ വിളിക്കുക. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ചെയ്തത് കോസെറ്റുകൾക്കിടയിൽ ഒരു അഡീഷൻ ഡിഫൈൻ ചെയ്തു. അപ്പോൾ അതിനൊരു മോട്ടിവേഷൻ, ഒരു പ്യുവർ മാത്തമെറ്റിക്കൽ ലെവലിലൊരു മോട്ടിവേഷൻ ഞാൻ ഇവിടെ തന്നു. അങ്ങനെ ഞാൻ അഡീഷനൊക്കെ ഡിഫൈൻ ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞു ഇവിടെ ഇനിയും ചില കാര്യങ്ങൾ, ഒരു കാര്യം സൂക്ഷ്മ പരിശോധന നടത്തേണ്ട ഒരു കേസ് ഉണ്ട് ഇവിടെ. എന്തുണ്ടോ നിങ്ങൾ സ്വന്തം ആലോചിച്ച് നോക്കും. അല്ല അടുത്ത വീഡിയോ ഞാൻ അതാണ് ടോപ്പിക്. ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോരാ. സംതിങ് ഈസ് ടു ബി കെയർഫുൾ ഹിയർ. എന്താ ഞാൻ ഇങ്ങനെ അധികം പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ ഇങ്ങനെയാണ് ഈ അഡീഷൻ നല്ലൊരു ഡെഫിനിഷൻ ആണോ എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പരിശോധിക്കും. വെയിറ്റ് ആൻഡ് സീ. സോ അടുത്ത വീഡിയോ കാണാം.